ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിക്സൽ ടാപ്പ് ബൈ പിക്സൽ വേഴ്സിൻ്റെ ഡെയിലി ഇൻകം എങ്ങനെ കൂട്ടാമെന്നാണ്. അത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നമ്മൾ PPH എങ്ങനെ കൂട്ടുന്നത് അതുപോലെ തന്നെയാണ് പിക്സലിലും ഒരു PPH ഉണ്ട്. PPHൻ്റെ വരെ ഡെയിലി ഇൻകം എങ്ങനെ കൂട്ടാമെന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓവറോൾ ഒരു പിക്സലിൻ്റെ ഒരു ഇൻട്രോഡക്ഷൻ തരാം. അപ്പോൾ നമ്മൾ പിക്സൽ ടാപ്പ് ബൈ പിക്സൽ വേഴ്സിൻ്റെ ഈ ബോട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം ലോഞ്ച് ബോട്ട് ചെയ്യുക. ലോഞ്ച് ബോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെയും പിക്സൽ വേഴ്സിൻ്റെ കോംബോ കാർഡും ഹാംസ്റ്റർ കോമ്പാക്റ്റ് സൈഫർ കോഡ് അഥവാ മോഴ്സ് കോഡ് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് ജോയിൻ ചെയ്യുവാൻ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ഏൺ എന്നുള്ള ഭാഗത്ത് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തേനകത്ത് വരുന്നത് ഇൻവൈറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ മൈൻഡ് ചെയ്യുന്നതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് നമുക്ക് റെഫറൽ ചെയ്തതിൻ്റേതായിട്ട് നമുക്ക് കിട്ടും. കമ്മീഷൻ പോലെ നമുക്കും കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് അവരൊക്കെ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടും. മൂന്നാമത് വരുന്നതാണ് ഫൈറ്റ്. ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഓരോ ബോട്ട്സാണ്. ഇതൊക്കെ ഓരോ ബോട്ട്സാണ്. ഇതിപ്പോൾ ഇന്ന് കുറച്ച് 2 മിനിറ്റ് മുമ്പ് മേടിച്ചൊരു ബോട്ടാണിത്. അങ്ങനെ കുറേ ബോട്ടുണ്ട് ഇതിനകത്ത്. ഈ ബോട്ടിനെ മേടിക്കുന്നത് വെച്ചാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ബോട്ട് മേടിച്ച ശേഷം വെറുതെ മേടിച്ചാൽ പോരാ, ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവരുടെ എനർജിയൊക്കെ കൂടും. അവർക്ക് ഓരോരോ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കൂടുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് തന്നെ ഓരോ ഉണ്ട്. ഡുവൽ എ ഫ്രണ്ട് അടിച്ചിട്ട് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടിന്, അതായത് നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ അയാളായിട്ട് നമുക്ക് ഇത് കളിക്കാൻ പറ്റും, ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കളിച്ചാലും നമുക്ക് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. കളി തോറ്റാൽ നമുക്ക് മൈനസ് അടിക്കും, കുറച്ച് കോയിനേ പോകത്തുള്ളൂ. അപ്പോൾ ഓരോ ബോട്ടിനും ഓരോ ഇതായിരിക്കും, ലെവൽ അനുസരിച്ചായിരിക്കും കോയിൻ പോകുന്നത്. പിന്നെ റാൻഡമായിട്ട് ആൾക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കാം. എന്ന് വെച്ചാൽ ലൈവായിട്ട് നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഗെയിം കളിക്കുന്ന പോലെ, ഇപ്പം എതിരെ ഒരു എനിമി വരുന്ന പോലെ തന്നെ നമുക്ക് വേറൊരാളായിട്ട് ലൈവായിട്ട് നമുക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാം. അങ്ങനെ ഗെയിം കളിച്ച് അടുത്ത് തരുന്ന കോയിൻസ് നമുക്കിവിടെ ആഡാവും. അപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റെഫറൽസ് ഉള്ള ആൾക്കാരാണ് ഈ കിടക്കുന്നത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് അത്രയും എത്തിക്കാൻ യൂട്യൂബേഴ്സൊക്കെ ആയിരിക്കും. ഇതിലിട്ട് നമുക്ക് അത്ര നോക്കാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് ഇനി റിവാർഡ് സെക്ഷനിൽ പോയി കഴിയുമ്പോൾ ഇവിടെ ക്ലെയിം അടിച്ചാൽ നമുക്ക് ഡെയിലി ഓരോ ക്ലെയിം ഉണ്ട്. ആദ്യം 10K, 30K, 40K, 50K അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇത്ര മാക്സിമം എത്തിക്കഴിയുമ്പോൾ പിന്നെ വീണ്ടും 10K അങ്ങനെ പിന്നെ റിപ്പീറ്റ് അടിക്കും. അപ്പോൾ ഇങ്ങനെ ശേഷം ഇവിടെ നമുക്ക് ഇതിനകത്താണ് നമ്മൾ കോംബോ കാർഡ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഇതിനകത്താണ് നമ്മൾ കോംബോ കാർഡ് അറേഞ്ച് ചെയ്യുക. പിന്നെ ഓരോ ടാസ്ക് ഉണ്ട്. അത് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അങ്ങനെ ഡാഷ്ബോർഡ്, അങ്ങനെ ഓരോരോ ടാസ്ക് ഉണ്ട്. ജസ്റ്റ് സിമ്പിൾ ടാസ്ക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പോകുന്നത് ഫൈറ്റിലോട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ബോട്ടൊന്നും പോരാ, വേറെ നമുക്ക് ബോട്ട് മേടിക്കണമെങ്കിൽ ഇപ്പോൾ മേടിക്കാം. ഞാൻ 2 മിനിറ്റ് മുമ്പ് മേടിച്ചേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അടുത്ത ബോട്ട് മേടിക്കണേ നാളെ. അപ്പോൾ നമ്മൾ ഇന്നും ഈ ബോട്ട് മേടിച്ചാൽ നാളെ ഈ സമയമാകുമ്പോൾ നമുക്ക് അടുത്തൊരു ബോട്ടിനെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മേടിച്ച ശേഷം ഫൈറ്റിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. കോയിൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് ഫൈറ്റിന് പോകും. അപ്ഗ്രേഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് റാൻഡം പിടിച്ച് കളിക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളെ എതിരാളിനെ, അതായത് നമുക്ക് എനിമീനെ ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. എന്താ നേരത്തില്ല ബോട്ട് ഇച്ചിരി ഒരു വൈകുന്നേരം തൊട്ട് ബോട്ട് ഇച്ചിരി സ്ലോയാണ്. അതെന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ എനിമി വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് അയാളുടെ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ട് അവിടെയും വരും, അയാളെ യൂസ് ചെയ്യുന്ന ബോട്ട് നമുക്ക് ഇവിടെയും വരും. എന്നിട്ട് ടാപ്പ് ചെയ്യണം. എന്നിട്ട് ഈ അവിടെ ഓരോ സ്ഥലത്ത് ഓരോ കോർണറാണ്. ചിലപ്പം ഈ ഒരു ബോട്ട് ഇത്രയും ഭാഗത്തൊരു ആ ബോട്ടിൽ തന്നിട്ട് ഇവിടെ ഓരോ കോർണറിലിട്ട് ഒരു വട്ടം വരും. ആ റൗണ്ടിലായിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രയും സ്പീഡ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നാലുള്ള നമുക്ക് അയാളെ തപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ലെവൽ അയാളുടെ ഹെൽത്ത് കാണിക്കും. ഇവിടെ അയാളുടെ ഹെൽത്ത്, ഇവിടെ നമ്മുടെ ഹെൽത്ത്. എന്ന് വെച്ചാൽ ഇത് ജയിച്ചാലേ ഇവിടെ ഫുള്ള് തീർത്താലേ ഉള്ളൂ നമ്മൾ ജയിക്കത്തുള്ളൂ. ഇയാളിത് ഇവിടെ തീർത്തതിനേക്കാൾ മുമ്പ് നമ്മളിവിടെ തീർത്തിരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. പക്ഷേ ടാപ്പിങ്ങിന് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ ടാപ്പ് ചെയ്യുക. ഇനി അത് ഓട്ടോ ക്ലിക്കറൊന്നും യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എവിടെയാണ് റാൻഡമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെക്കാൻ പോയി മറ്റേ സുഖമായിട്ട് കയറിപ്പോവും. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ഇൻകം എങ്ങനെ കൂട്ടാമെന്നതായിരുന്നു. അപ്പോൾ ഡെയിലി ഇൻകത്തിൻ്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അതേക്കുറിച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ
ദിസ് ഈസ് യുവർ കറണ്ട് ഇൻകം, യു ക്യാൻ ഇൻക്രീസ് ഇറ്റ് ബൈ അപ്ഗ്രേഡിങ് യുവർ ബോട്ട്സ്. അതായത് നമ്മുടെ ബോട്ട്സായ ഈ സാധനം കണ്ടോ, ഓരോരോ ക്യാരക്ടേഴ്സ് ഇത് അപ്ഗ്രേഡ് ചെയ്താലേ ഉള്ളൂ നമുക്ക് അപ്പുറമുള്ള ഇത് കൂടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ലായിരിക്കും, കാര്യം ഒന്ന് പുറത്ത് ഭയങ്കര സ്ലോ ആണ്. നോക്കാം എന്തായാലും. അപ്പോൾ നമുക്കത് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് 14. അപ്പോൾ നേരത്തെ നിങ്ങളവിടെ കണ്ടില്ലായിരുന്നു അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അവിടെ ഇപ്പോൾ എത്ര ഉണ്ട്. നേരത്തെ കൂടിയില്ലേ? നേരത്തേനും കൂടിയിട്ടുണ്ട്. അപ്പം ഈ കോയിൻ വെച്ചാണ് നമ്മൾ മറ്റേ അപ്ഗ്രേഡ് ചെയ്യുന്നത്. ആ അപ്ഗ്രേഡ് ചെയ്യുന്ന വഴിയാണ് നമുക്ക് ഡെയിലി ഇൻകം ഇവിടെ കൂടുന്നത്. പരമാവധി കോയിൻ കളക്ട് ചെയ്യുക, എന്നിട്ട് ഡെയിലി ഇൻകം കൂട്ടാൻ വേണ്ടി നോക്കുക. ഓക്കെ ഗൈസ്, കണ്ടോ, അതിന് എല്ലാ ഇതും അപ്ഗ്രേഡ് ചെയ്യുക. എനർജി, റീചാർജ് സ്പീഡ്, പവർ എനിക്ക് തോന്നുന്നു ഇതിനിപ്പം 12 ആയി കാണും. അപ്പോൾ ഒരു ടാപ്പിന് -12, 100% -12 വെച്ച് -12 വെച്ച് ടാപ്പ് ചെയ്ത് പോയാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ എനിമിനെ തോപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്താലേ ഉള്ളൂ നമുക്കിവിടെ പ്രോഫിറ്റ് അവർ കൂട്ടത്തുള്ളൂ. പിന്നെ അടുത്തത് എങ്ങനെ വാൾട്ടായിട്ട് കണക്ട് ചെയ്യാമെന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക, ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം കണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഡെയിലി ഇൻകം കൂട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാവുന്നതാണ്. നമ്മൾ തിരുവഞ്ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ജസ്റ്റ് നിങ്ങളെല്ലാവരും അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ വെക്കുക. അപ്പോഴേ ഉള്ളൂ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.